10 സെന്റിൽ റോഡ് സൈഡിലായിട്ട് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട് ഇരിക്കുന്നത് ട്രിവാൻഡ്രത്ത് പേയാട് നിന്ന് 400 മീറ്റർ മാത്രം മാറി വരുന്ന റോഡ് സൈഡിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടിന്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ റോഡ് സൈഡിൽ കാണുന്ന നല്ലൊരു ലുക്ക് തരുന്ന ഈ ഒരു വീട് 10 സെന്റിലാണ് ഇരിക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു 4 BHK ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു കിടിലൻ വീടാണ് ഈ ഒരു വീട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, സ്കൂൾ വാനും നമുക്കെല്ലാം ഇവിടെ ഈ റോഡ് സൈഡിൽ കൂടെ പോകുന്നതാണ്. സിറ്റിയിലോട്ടൊക്കെ നമുക്ക് പോകാൻ വേണ്ടി ആക്സസ് ഉള്ള ഒരു നല്ലൊരു പ്ലേസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പം ഈ ഒരു വീടിന്റെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. ഈ വീടിന്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് പറയാനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പോൾ ഈ നല്ലൊരു ബ്യൂട്ടിഫുൾ വീടിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിക്ക് അവർ ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണ്. അപ്പോൾ നമുക്കത് തുറന്ന് നമുക്ക് വീടിന്റെ അകത്തായിട്ട് പ്രവേശിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന വലിയൊരു തറ ഫുള്ള് നമുക്ക് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു 2-3 കാറ് വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. വീടിന്റെ മുറ്റം മുഴുവനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വീടിന്റെ സൈഡിലായിട്ടൊക്കെ തന്നെ ഒരു 10 സെന്റ് സ്ഥലമായതുകൊണ്ട് ഗാർഡൻ പ്രൊവിഷൻ ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ CCTV ക്യാമറയും അവൈലബിൾ ആണ്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നത്. അത്യാവശ്യം പ്ലാന്റ് ഒക്കെ അവർ ഓൾറെഡി വെച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്റ്റീരിയർ, നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു വീടാണ്. അത്യാവശ്യം സ്പേസും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ നല്ലൊരു വ്യൂ കിട്ടും. റോഡ് ആയതുകൊണ്ട് റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് ഈ വീട് ഇരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കാണാം. അപ്പൊ ഈ വീടിന് നമുക്ക് ബോർവെല്ലും പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. നമുക്ക് വാട്ടർ സോഴ്സ് രണ്ടും ഉണ്ട്. ബോർവെല്ലും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം ബാക്ക് സൈഡിലൊക്കെ നമുക്ക് അത്യാവശ്യം വേറെ സ്പേസ് ഉണ്ട്. കണ്ടില്ലേ, ഇതാണ് വ്യൂ വരുന്നത്. സ്കൂൾ വാനൊക്കെ നമുക്ക് ഈ റോഡിന്റെ ഒക്കെ ഫ്രണ്ടിലുള്ളതാണ്. അപ്പൊ ഇതാണ് വീടിന്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് വരുന്ന ലുക്ക്. ഇനി നമുക്ക് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലോട്ട് നോക്കാം. അപ്പൊ സിറ്റ് ഔട്ട് വരുന്നത് 22x6 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇതാണ് വരുന്നത്. മുകളില് നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പുറത്തോട്ടുള്ള ആ ഒരു വ്യൂ വരുന്നത്. ഈ കാണുന്ന ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് തേക്കിലാണ് വരുന്നത്. തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് വരുന്നത്. നമുക്ക് ഇനി വീടിന്റെ അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പൊ നമുക്ക് ഈ വീടിന്റെ അകത്തോട്ട് നമ്മൾ പ്രവേശിക്കുമ്പം അത്രയും വൈഡായിട്ടുള്ള ഒരു നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു ഇന്റീരിയർ ആണ്. സൊമാലിയുടെ ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 30x25 ഡയമെൻഷൻ, 30x25 ഡയമെൻഷൻ വരുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ കാണുന്നത്. നമുക്ക് മുകളിലോട്ടും ഉള്ള ആ ഒരു വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു വൈഡ്നെസ് നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ലൊരു വൈഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിവിടെ ആയിട്ടാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നത്. മൾട്ടി വുഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ആണ് വരുന്നത്. ഒരു ബിഗ് TV ഒക്കെ നമുക്ക് വയ്ക്കാൻ കണക്കിനുള്ള ഒരു നല്ലൊരു TV യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് സൈഡിലോട്ടുള്ള വ്യൂ വരുന്നത്. നമുക്ക് അവിടെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തം നമുക്ക് ഇവിടെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഉള്ളിൽ തന്നെ നമുക്ക് എല്ലായിടത്തും കർട്ടൻ ഇട്ടു. അത് നല്ലൊരു ലുക്ക് വീടിന് കൊടുക്കുന്നുണ്ട്. ആ ഒരു കർട്ടനും കൂടെ വരുമ്പോഴത്തേക്ക് നടുക്കായിട്ട് നമുക്ക് ഫാൻസി ലൈറ്റ് ഒക്കെ, ഹാങ്ങിങ് ആയിട്ടുള്ള ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലും നമുക്ക് ഒരു ഷെൽഫ് പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാനും എല്ലാം നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഇട്ടാണ് ഈ ഒരു പോർഷനും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കോർണർ വരുന്നത്. നമുക്ക് കർട്ടനൊക്കെ ഈ കാണുന്നതാണ് വരുന്നത്. ഓക്കെ, അതേപോലെ സീലിംഗ് വർക്ക് നമുക്ക് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു വലിയൊരു ഫിഷ് ടാങ്കും ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊരു വെറൈറ്റിയാണ്. നമുക്ക് ഈ വേറെ വീടുകളിലൊന്നും നമ്മളധികം കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു വീട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫിഷ് ടാങ്ക് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫിഷും ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ 15x10 ഡയമെൻഷനുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടറുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. മിറർ വർക്കും ബാക്കി കബോർഡ്സ് എല്ലാം അതിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ നമുക്ക് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണാണ് വരുന്നത്. സീലിങ്ങും ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കിച്ചൺ വരുന്നത് അലുമിനിയം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. അപ്പം ഇവിടെ നിന്ന് ഡൈനിങ്ങിൽ നമുക്ക് പുറത്തോട്ടുള്ള ഒരു വ്യൂ ഈ ഒരു വ്യൂ ആണ് വരുന്നത്. കേട്ടോ, നല്ലൊരു വൈഡ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഓപ്പൺ കിച്ചൺ വരുന്നത്. മെറ്റീരിയൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലുമിനിയം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കബോർഡ്സ് വരുന്നത്. പ്രൊഫൈൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറേ സ്പേസ് വരെ നമുക്ക് ഇവിടെ കബോർഡ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത്. അവിടെ പ്ലഗ് പോയിന്റ്സും നമുക്ക് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ കബോർഡ്സുകൾ വരുന്നുണ്ട്. അപ്പം ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. നമുക്ക് വീടിന്റെ താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ 2 ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ 20x15 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. നല്ല സ്പേസിൽ കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ കാണുന്നത്. കർട്ടനൊക്കെ നമുക്ക് അതിന് മാച്ച് ചെയ്തിട്ടുള്ള കർട്ടനാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 20x15 ഈ കാണുന്ന ബെഡ്റൂമിൻ്റെ സൈസ്. പ്രൊഫൈൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങുമാണ് നമുക്ക് സീലിംഗ് വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസ് ഉണ്ട് നമുക്ക്. ഇതാണ് വാൾഡ്രോബ്സ് വരുന്നത്. മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വാൾഡ്രോബ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് നമുക്ക് വരുന്നത്. നല്ല സ്പേസിനുള്ള ഒരു ബാത്റൂം, നമുക്ക് നല്ല സ്പേസിനുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ പണി നമുക്കിപ്പം ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇനി കുറച്ച് ക്ലീനിങ്ങും പെയിന്റിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ നമുക്ക് നല്ല എൻക്വയറീസ് വരുന്നുണ്ട്. റോഡ് സൈഡിലായതുകൊണ്ട് നല്ല ഡിമാൻഡ്സ് ഉള്ളതായതുകൊണ്ട് ഈ വീടിന് നല്ല എൻക്വയറീസ് ഉണ്ട്. പണി ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അവിടങ്ങളിലായിട്ട് കാണാം. അതെല്ലാം ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇപ്പോഴേ നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്. ഇതാണ് DB വരുന്നത്. 3 ഫേസ് കണക്ഷൻ ആണ് വരുന്നത്. V-ഗാർഡിന്റെ വയറിംഗ് ആണ്. GM സ്വിച്ചുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഇത് 15x15 സൈസാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ തറയിലൊക്കെ നമുക്ക് കിടക്കുന്ന ആ സാധനങ്ങൾ കിടക്കുന്ന ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് കർട്ടൻസ്, ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഇത് ഇവിടുത്തെ വാൾഡ്രോബ്സ് ആണ്. നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട അതേ ടൈപ്പാണ് വാൾഡ്രോബ്സ് വരുന്നത്. അപ്പോൾ ഇതാണ് വാൾഡ്രോബ്സ് വരുന്നത്. മൾട്ടിവുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സെയിം അതേപോലത്തെ ഒരു വാൾഡ്രോബ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വർക്ക് ഫൈനൽ സ്റ്റേജ് നടക്കുന്നതേ ഉള്ളൂ. ഇതാണ് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ മിററും ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. സറയുടെ പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ബാക്കി 2 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് ഈ സൈഡിൽ കാണുന്ന ഹാൻഡിൽസ് ഫുള്ള് തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡിൽസ് ആണ്. മൊത്തം കൊണ്ട് റൗണ്ട് ചെയ്ത് നമുക്ക് വരുന്ന ഫുള്ള് തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഒന്ന് പോകാം. ഈ സൈഡ് ചുമലിൽ വരുന്ന എല്ലാം ടെക്സ്ചർ വർക്കിലുള്ള വാളാർട്ടുകളാണ് വരുന്നത്. നമുക്ക് കർട്ടനൊക്കെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ തേക്കിൽ ഉള്ളതാണ്. ഹാൻഡിൽസ് നമ്മൾ നേരത്തെ കണ്ട നടുക്ക് വരുന്ന ഫാൻസി ലൈറ്റ് ഇതാണ് ചുമലിൽ വരുന്ന ആ ഒരു പാറ്റേൺ വരുന്ന ഡിസൈൻ.
അപ്പോൾ 30x25 ഡയമെൻഷനിലുള്ള ഒരു സ്പേസാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്കൊക്കെ നമുക്ക് വരുന്നത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന വ്യൂ. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് തന്നെ നമുക്കൊരു TV യൂണിറ്റ് പോലെയൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും കബോർഡ് ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. മൾട്ടിവുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്പേസ്. മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 22x14 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. കർട്ടൻ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് സ്പോട്ട് ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വാൾഡ്രോബ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മൾട്ടിവുഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നേരത്തെ നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേണിലൊക്കെ ഉള്ള ഒരു വാൾഡ്രോബ്സ് ആണ്. അത്യാവശ്യം വലിയ ഡ്രോസ് ഒക്കെ ഉണ്ട്, നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതിനൊരു ചെറിയ പ്രത്യേകതയൊക്കെ ഉണ്ട്, കണ്ടോ. നമുക്ക് ഷവറിൽ നിന്ന് കുളിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷവറിങ്ങൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വിശാലമുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഗ്ലാസ് തുറന്ന് നമുക്ക് കാണാം. സ്ലൈഡ് ചെയ്ത് നീങ്ങുന്ന ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് ഷവറിൽ നിന്ന് കുളിക്കാനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ടൈൽസ് നമുക്ക് ഗ്രിപ്പുള്ള ടൈൽസ് ആണ് ഇട്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെയാണ് ഒരു യൂസ് ചെയ്തിട്ടുള്ളത്. സറയുടെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. അത് നമുക്ക് ആ ഒരു സൈഡിലാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 20x16 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസിൽ ലെങ്ത് ഉണ്ട്. മുകളിൽ പ്രൊഫൈൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു നീളം ബാക്കിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇതാണ് വാൾഡ്രോബ്സ് വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു ലെങ്ത് കൂടി ചെയ്യുന്നതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. സ്പേസ് നമുക്ക് താഴേക്ക് കണ്ട അതേപോലത്തെ സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂം വരുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് മെയിൻ ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 16x14 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ്. മുകളിൽ സീലിംഗ് വർക്കിൽ സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് താഴോട്ട് നല്ല വ്യൂ ഉണ്ട്. റോഡ് സൈഡിലുള്ളത് നല്ല വ്യൂ ഉണ്ട്. സൈഡ് ഫുള്ളും ഗ്ലാസ്സിലുള്ള ഹാൻഡിൽസ്, നമുക്ക് സ്റ്റീലിലും ഗ്ലാസ്സിലും പണി വെച്ചിട്ടുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പുറത്തോട്ട് നമുക്ക് വ്യൂ വരുന്നത്. കണ്ടോ, മെയിൻ റോഡിൽ നിന്ന് ചേർന്നാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ ഒരു ബാൽക്കണി കൂടെ ഉണ്ട്. ഇതാണ് വരുന്നത്. 16x14 സൈസിലുള്ള ഒരു ബാൽക്കണിയാണ്. മുകളിൽ റൂഫൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഡോറുണ്ട്. നമുക്ക് മുകളിൽ സ്റ്റെയറിലോട്ട് പോകണം. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലോട്ട് സ്റ്റെയർ കയറി പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ ഈ വീട് നമുക്ക് അറിയാം 10 സെന്റിലാണ് ഇരിക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റിലാണ് 4 BHK ആണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ആണ് നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,65,00,000 ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്, നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. റോഡ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീട് വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും വീട് വാങ്ങിക്കാൻ താല്പര്യമായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അവർക്കായാലും ഇത് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ലോൺ ആണെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചിട്ട് ലോണിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ലോണിൻ്റെ എന്ത് ഹെൽപ്പ് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. റെഡി ക്യാഷ് ആണെങ്കിൽ അങ്ങനെ ആയാലും നിങ്ങൾക്ക് വരാം, വന്ന് ഈ വീട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് അത് ഡീൽ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടാമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള ഏതെങ്കിലും വീട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ബഡ്ജറ്റും ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞ് നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള വീട് നമ്മൾ കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് കടന്നു വരാം. എല്ലാവർക്കും ബൈ.